ഹായ് എവരിബഡി, വെൽക്കം ബാക്ക് ടു മലയാളി വിഷൻ. മലയാളി വിഷൻ്റെ ഡിവോഷണൽ കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വാമിയേ ശരണമയ്യപ്പോ. ശബരിമലയിൽ ആദ്യമായി ദർശനം നടത്തുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ചില അറിവുകളും നിർദ്ദേശങ്ങളുമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നത്. മറ്റു മഹാക്ഷേത്രങ്ങളിൽ ഉള്ളതുപോലെ വർഷത്തിൽ എല്ലാ ദിവസവും പൂജയോ തീർത്ഥാടനമോ ശബരിമലയിൽ നടക്കുന്നില്ല. നവംബർ ഡിസംബർ കാലയളവിൽ മലയാള മാസം വൃശ്ചികം 1 മുതൽ ധനുമാസം 11 വരെയാണ് ശബരിമലയിലെ പ്രധാന തീർത്ഥാടന സമയം. എന്നാൽ എല്ലാ മലയാള മാസവും 1-ാം തീയതി നട തുറന്ന് 5 ദിവസത്തേക്ക് തീർത്ഥാടകർക്ക് ദർശനം അനുവദിക്കുന്നുണ്ട്. അതിനു പുറമെ വിഷു, തിരുവോണം, വിജയദശമി, ദീപാവലി തുടങ്ങിയ വിശേഷാവസരങ്ങളിലും നട തുറക്കാറുണ്ട്. അയ്യപ്പസ്വാമിയുടെ ജന്മനക്ഷത്രമായ മീനമാസത്തിലെ ഉത്രാം നാളിൽ ആറാട്ടായി 10 ദിവസത്തെ ഉത്സവവും നടക്കാറുണ്ട്. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, ആന്ധ്ര സ്റ്റേറ്റുകളിൽ നിന്നാണ് കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിൽ എത്തുന്നത്. തീർത്ഥാടകരുടെ തിരക്ക് ഡിസംബർ, ജനുവരി മാസങ്ങളിൽ വളരെ കൂടുതലാണ്. അത് നിയന്ത്രിക്കാനായി ദേവസ്വം ബോർഡ് വെർച്വൽ ക്യൂ സിസ്റ്റം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായി ശബരിമല ദർശനത്തിന് പോകുന്നവർക്ക് മാനസികമായി നല്ല തയ്യാറെടുപ്പ് വേണം. ആരെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി ഒരിക്കലും ശബരിമല ദർശനത്തിന് പുറപ്പെടരുത്. ശബരിമലയെയും വ്രതാനുഷ്ഠാനങ്ങളെയും ഒക്കെ നന്നായി അറിഞ്ഞിട്ട് വേണം തീരുമാനമെടുക്കേണ്ടത്. ഭക്തിയോടെ സ്വയം അറിഞ്ഞു വേണം വ്രതാനുഷ്ഠാനങ്ങൾ പാലിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ആധ്യാത്മികാനുഭവവും ഭൗതികാനുഭവവും അവരവർക്ക് തന്നെ ബോധ്യമാകും. ആദ്യമായി ശബരിമലയ്ക്ക് പോകുന്നവർ വൃശ്ചികം 1 മാലയിട്ട് 41 ദിവസത്തെ കഠിനവ്രതം എടുക്കേണ്ടതുണ്ട്. അതിനായി ആദ്യമായി ചെയ്യേണ്ടത് മുദ്രമാല അണിയുക എന്നുള്ളതാണ്. മുദ്രമാല അണിയാൻ ഏറ്റവും ഉത്തമം ഉത്രനാളും ശനിയാഴ്ചയും കൂടി ചേരുന്ന ദിവസമാണ്. എന്നാൽ മറ്റേത് ദിവസവും ഭക്തിയുടെ മുദ്രമാല അണിയാവുന്നതാണ്. കുളി കഴിഞ്ഞ് കറുപ്പോ നീലയോ കാവ്യോ വസ്ത്രങ്ങൾ ധരിച്ച് വീട്ടിലെ പൂജാമുറിയിൽ വെച്ചോ ക്ഷേത്രങ്ങളിൽ വെച്ചോ മുദ്രമാല ധരിക്കാം. മാല അണിയാൻ തരുന്ന ആളിന് ഗുരുസങ്കല്പത്തോടെ ദക്ഷിണ നൽകണം. സ്വാമിയെ ശരണമെന്ന് മന്ത്രിച്ച് അയ്യപ്പനെ പരമഗുരുവായി കരുതി മാല ധരിക്കണം. മനസാ വാച കർമ്മണ ചെയ്തു പോയ എല്ലാ തെറ്റുകളും പുറത്തു തരാനായി അയ്യപ്പനോട് പ്രാർത്ഥിക്കണം. ദർശനഫലം അനുഭവിച്ച് സസുഖം തിരിച്ചെത്താൻ അനുഗ്രഹിക്കണമേ എന്നും പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞ് യാത്രാവിഘ്നങ്ങൾ അകറ്റാനും വ്രതത്തിന് ഭംഗം വരാതിരിക്കാനും ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കണം. മാല അണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് തുടക്കമായി. വ്രതാനുഷ്ഠാനങ്ങളിൽ പ്രധാനപ്പെട്ടവ ഏതൊക്കെയെന്ന് നോക്കാം. ബ്രഹ്മചര്യമാണ് വ്രതനിഷ്ഠയിൽ പ്രധാനമായ ആദ്യത്തെ കാര്യം. മത്സ്യമാംസ ഭക്ഷണങ്ങൾ, പഴകിയ ഭക്ഷണം എന്നിവ ഒഴിവാക്കണം. ആരോടും ദേഷ്യം, അസൂയ, വിദ്വേഷം എന്നീ വികാരങ്ങൾ പ്രകടിപ്പിക്കരുത്. കള്ളം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യരുത്. മാലയിട്ട് കഴിഞ്ഞാൽ ലഹരി വസ്തുക്കൾ പൂർണ്ണമായും ഉപേക്ഷിക്കണം. മരണവീടുകളിൽ പോകരുത്. ദിവസം 2 പ്രാവശ്യം കുളിക്കുകയും വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും വേണം. രാവിലെയും വൈകുന്നേരവും ക്ഷേത്രദർശനം നടത്തുകയോ പൂജാമുറിയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്യണം. അയ്യപ്പ ഭജനം നടക്കുന്ന സ്ഥലങ്ങളിൽ കഴിവതും പങ്കെടുക്കണം. മനഃപൂർവ്വം അല്ലാത്ത കാരണങ്ങളാൽ ചിലപ്പോൾ വ്രതഭംഗം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അടുത്തുള്ള ശാസ്താക്ഷേത്രത്തിലോ അയ്യപ്പ നടയിലോ ചെന്ന് 101 തവണ ശരണം വിളിച്ച് പ്രായശ്ചിത്തം ചെയ്യണം. അവിടെ നിന്ന് കിട്ടുന്ന പുണ്യജലം കൊണ്ട് ശരീരശുദ്ധിയും അതുപയോഗിച്ച് വീട്ടിൽ ഗ്രഹശുദ്ധിയും വരുത്തണം. അതേസമയം ഏറ്റവും വേണ്ടപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ വീട്ടിലെ പൂജാമുറിയിൽ ചെന്ന് മാലയൂരി വയ്ക്കണം. ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് അടുത്ത തീർത്ഥാടന കാലത്ത് ദർശനം തരാൻ അനുവദിക്കണമെന്ന് അയ്യപ്പനോട് ഉള്ളുരുകി പ്രാർത്ഥിക്കണം. 41 ദിവസത്തെ വ്രതം പൂർത്തിയാക്കിയാൽ പിന്നെ ശബരിമല യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പാണ്. പോകുന്ന ദിവസം ഒരു ഗുരുസ്വാമിയുടെ കീഴിൽ കെട്ടുനിറയ്ക്കൽ എന്ന ചടങ്ങാണ് പിന്നീടുള്ളത്. അത് ക്ഷേത്രത്തിൽ ചെന്ന് ഒരു പൂജാരിയുടെ കീഴിലും ചെയ്യാം. ഇതിനായി ഇരുമുടിക്കെട്ട് എന്ന ഒരു തുണിസഞ്ചിയാണ് ഉപയോഗിക്കുന്നത്. ഇത് കറുപ്പോ നീലയോ വെള്ള നിറത്തിലോ ലഭ്യമാണ്. ഇരുമുടിക്കെട്ടിന് മുൻകെട്ടെന്നും പിൻകെട്ടെന്നും പറഞ്ഞ് 2 ഭാഗങ്ങളുണ്ട്. മുൻകെട്ടിൽ നെയ്യഭിഷേകത്തിനായി നെയ്യ് നിറച്ച തേങ്ങ, അവൽ, മലർ, അരി, കർപ്പൂരം, കാണിക്കയിടാനുള്ള നാണയങ്ങൾ, വഴിപാട് സാധനങ്ങൾ, പനിനീര് എന്നിവ നിറയ്ക്കുന്നു. പിൻകെട്ടിൽ പമ്പാ ഗണപതിക്ക് അടിക്കാനുള്ള തേങ്ങ, സ്വാമി പൂജയ്ക്കുള്ള സാധനങ്ങൾ തുടങ്ങിയവയും നിറയ്ക്കുന്നു. അയ്യപ്പന് ഏറ്റവും പ്രിയങ്കരമായ വഴിപാടാണ് നെയ്യഭിഷേകം. അത് ശബരിമലയിലെ മുഖ്യ വഴിപാടാണ്. ശബരിമലയിൽ വരുന്ന ഭക്തർ നെയ്യഭിഷേകം നടത്തിയേ മടങ്ങാവൂ എന്നാണ് ആചാരം.
മനസ്സ വാച കർമ്മണ ചെയ്തു പോയ സമസ്ത പാപങ്ങളെയും അകറ്റുന്നതിന് വേണ്ടിയാണ് നെയ്യഭിഷേകം ചെയ്യുന്നത്. ഭക്തിപൂർവ്വം ശരണം വിളിച്ചു വേണം ഇരുമുടി കെട്ട് നിറയ്ക്കേണ്ടത്. കെട്ട് നിറച്ചു കഴിയുമ്പോൾ ഗുരുസ്വാമിക്ക് ദക്ഷിണ കൊടുക്കണം. കിഴക്ക് ദിക്കിന് അഭിമുഖമായി നിന്ന് വേണം ഇരുമുടിക്കെട്ട് തലയിലേറ്റേണ്ടത്. അത് കഴിഞ്ഞ് യാത്രാവിഘ്നങ്ങൾ ഒഴിവാക്കാൻ ഇടവതിക്ക് തേങ്ങ ഉടയ്ക്കണം. ഇരുമുടിക്കെട്ടില്ലാതെ ആരെയും 18-ാം പടി കയറാൻ അനുവദിക്കാറില്ല. ഇനി സന്നിധാനം വരെയുള്ള യാത്ര എങ്ങനെയെന്ന് നോക്കാം. അവരവരുടെ സ്ഥലത്ത് നിന്ന് യാത്ര തിരിച്ചാൽ പമ്പ വരെ മാത്രമേ വാഹനത്തിൽ പോകാൻ കഴിയൂ. സ്വന്തം വാഹനങ്ങളിൽ പോകുന്നവർ നിലയ്ക്കൽ എന്ന സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്തിട്ട് KSRTC ബസ്സുകളിലാണ് പമ്പ വരെ പോകേണ്ടത്. അവിടെ നിന്നും 5 കിലോമീറ്ററോളം വനപാതയിൽ നടന്നു വേണം സന്നിധാനത്തിൽ എത്തേണ്ടത്. പമ്പയിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന പമ്പാ നദിയിൽ കുളിച്ച് പാപങ്ങൾ അകറ്റണം. അത് കഴിഞ്ഞ് പടികൾ കയറിപ്പോകുന്നത് പമ്പാ ഗണപതിയുടെ സന്നിധിയിലേക്കാണ്. ഇവിടെ തേങ്ങ ഉടച്ച് മല കയറാൻ വിഘ്നങ്ങൾ ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കണം. ഇവിടെ തന്നെ പാർവതീദേവി, ശ്രീരാമൻ, ഹനുമാൻ, നാഗർ എന്നിവരുടെ കോവിലുകളും ഉണ്ട്. വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെയുള്ള മണ്ഡപത്തിൽ വിശ്രമിച്ചിട്ട് യാത്ര തുടരാം. ഇവിടെ നിന്നും കുറച്ചു ദൂരം നടന്നു കഴിയുമ്പോൾ പാത 2ആയി തിരിയുന്നു. ഒന്ന് പരമ്പരാഗത പാതയായ നീലിമലപ്പാതയാണ്. ഏറ്റവും ഉയരം കൂടിയ മലയായ നീലിമലയിലേക്കുള്ള പാതയാണിത്. മറ്റേത് സ്വാമി അയ്യപ്പൻ റോഡാണ്. അത് 1975 കാലഘട്ടത്തിൽ സ്വാമി അയ്യപ്പൻ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ പ്രൊഡ്യൂസറും ഡയറക്ടറുമായ ശ്രീ P. സുബ്രഹ്മണ്യം നിർമ്മിച്ചു നൽകിയതാണ്. സ്വാമി അയ്യപ്പൻ റോഡ് കയറ്റങ്ങൾ കുറഞ്ഞതും തണൽ വൃക്ഷങ്ങൾ കൂടുതലുമായുമുള്ള റോഡാണെങ്കിലും ദൂരക്കൂടുതൽ കൊണ്ട് തീർത്ഥാടകർ നീലിമല പാത തിരഞ്ഞെടുക്കുന്നു. എന്നാൽ മടക്കയാത്രയിൽ സ്വാമി അയ്യപ്പൻ റോഡാണ് കൂടുതൽ പേരും തിരഞ്ഞെടുക്കുന്നത്. നീലിമല പാതയിൽ കുറച്ചു ദൂരം പിന്നിടുമ്പോൾ നീലിമലയുടെ അടിവാരത്തിൽ എത്തും. അയ്യപ്പ ഭക്തർ ആദ്യമായി കയറേണ്ട മലയാണ് നീലിമല. സമുദ്രനിരപ്പിൽ നിന്നും 4000 അടി ഉയരത്തിലാണ് നീലിമല സ്ഥിതി ചെയ്യുന്നത്. നീലിമല കുത്തനെയുള്ള കയറ്റമാണെങ്കിലും മിക്കയിടങ്ങളിലും അയൺ റെയിലിങ്സും സ്റ്റെപ്സുമുണ്ട്. 1.5 കിലോമീറ്ററോളം കയറ്റം കയറി ചെല്ലുമ്പോൾ നീലിമല കാർഡിയോളജി സെൻറ്ററും പ്രാഥമിക ചികിത്സാ കേന്ദ്രവും ഉണ്ട്. ആരോഗ്യ സംബന്ധമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുന്നവർക്ക് ഇവിടെ ചികിത്സ തേടാം. ഇവിടെ തന്നെ വിശ്രമിക്കാനുള്ള സിമൻറ്റ് ബെഞ്ചുകളും ഉണ്ട്. ഇവിടെ നിന്നും വീണ്ടും കയറ്റം കയറി ചെല്ലുന്നത് അപ്പാച്ചിമേട് എന്ന സ്ഥലത്താണ്. ദുർദേവതകളെ പ്രീതിപ്പെടുത്താൻ ഉണ്ട വഴിപാട് എന്ന ചടങ്ങ് ഇവിടെ നടത്താറുണ്ട്. സമീപത്തുള്ള സ്റ്റാളുകളിൽ ലഭ്യമായ അരിയുണ്ടകൾ താഴ്വാരത്തിൽ എറിയുന്നതാണ് ഉണ്ട വഴിപാട്. ഇവിടെയും വിശ്രമിക്കാനുള്ള സൗകര്യവും ലഘുപാനീയങ്ങൾ കിട്ടുന്ന കടകളുമുണ്ട്. അപ്പാച്ചിമേട് കയറ്റം കയറുന്നതാണ് ഏറ്റവും കഠിനമായ മലകയറ്റം. കുറച്ചുകൂടി കയറി കഴിയുമ്പോൾ വെടിവഴിപാടിൻ്റെ ശബ്ദം അകലെ കേൾക്കാൻ കഴിയും. വെടിയൊച്ച കേൾക്കുന്നതോടെ അപ്പാച്ചിമേട് കയറ്റം ഏകദേശം അവസാനിക്കും. ഇനിയുള്ള പ്രധാന ലക്ഷ്യം ശബരീപീഠമാണ്. ശ്രീരാമൻ്റെ ഭക്തയായ ശബരി തപസ് ചെയ്തതും മോക്ഷം കിട്ടിയതുമായ സ്ഥലമാണ് ശബരീപീഠം. ഇവിടെ നിന്നാണ് വെടിവഴിപാടിൻ്റെ ഒച്ചകൾ കേൾക്കുന്നത്. ശബരിപീഠം നീലിമലയുടെ അവസാനവും ശബരിമലയുടെ ആരംഭവുമാണ്. ഇതോടെ കഠിനമായ മലകയറ്റം കഴിയുന്നു. ഇവിടെ നിന്നും നടന്നെത്തുന്നത് മരക്കൂട്ടം എന്ന കാനനപാതയിലാണ്. ഇവിടെ മുതൽ കൂടുതൽ നിരപ്പായ പാതകളും ചെറിയ ഇറക്കങ്ങളും മാത്രമാണ് ഉള്ളത്. ഇവിടെ ധാരാളം കടകളും ഭക്ഷണശാലകളുമുണ്ട്. ഇവിടെ നിന്നും പാത 2ആയി പിരിഞ്ഞ് ഒന്ന് ശരംകുത്തി വഴിയും മറ്റേത് ചന്ദ്രാനന്ദൻ റോഡ് വഴിയും സന്നിധാനത്തിന് മുന്നിലെ വലിയ നടപ്പന്തലിൽ എത്തുന്നു. ശരംകുത്തി പാതയിൽ 2 കിലോമീറ്റർ നടന്നാൽ ശരംകുത്തിയിൽ എത്താം. ഇവിടെയാണ് പ്രസിദ്ധമായ ശരംകുത്തി ആല്. ഈ ആലിന്മേലാണ് കന്യ അയ്യപ്പന്മാർ ശരം കുത്തേണ്ടത്. അയ്യപ്പൻ ആയുധങ്ങളൊക്കെ ഉപേക്ഷിച്ച് ശബരിമലയിൽ തപസ്സിന് പോയതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ ചടങ്ങ്. ശരംകുത്തി വഴി വരുന്നവരും ചന്ദ്രാനന്ദൻ റോഡ് വഴി വരുന്നവരും അവസാനം സന്നിധാനത്തിന് മുന്നിലെ വലിയ നടപ്പന്തലിൽ എത്തിച്ചേരുന്നു. ഇനി ഇവിടെ വിശ്രമിച്ചിട്ട് 18-ാം പടി കയറാം. 18-ാം പടി കയറുന്നതിന് മുമ്പ് ഇരുവശവും നാളികേരം ഉടയ്ക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ തേങ്ങ ഉടച്ചിട്ട് വേണം ഭക്തർ 18-ാം പടി കയറേണ്ടത്. പടിക്ക് ഇരുവശവും നിൽക്കുന്ന പോലീസുകാർ പടി കയറാൻ സഹായിക്കും. പടികൾ കയറി ഇടത്തേക്ക് തിരിഞ്ഞ് ഫ്ലൈ ഓവർ വഴിയാണ് ശ്രീകോവിലിന് മുമ്പിൽ എത്തേണ്ടത്. അയ്യപ്പസ്വാമിയെ കൺനിറയെ കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം കന്നിമൂല ഗണപതിയെയും നാഗരാജാവിനെയും വണങ്ങണം.
കൊച്ചുകടുത്തസ്വാമി, മണിമണ്ഡപം, നവഗ്രഹം എന്നിവിടങ്ങളിലും പ്രാർത്ഥിക്കാം. ഇവിടെ നിന്നും മാളികപ്പുറത്തമ്മയുടെ ദർശനത്തിനായിട്ടാണ് പോകുന്നത്. മാളികപ്പുറത്തമ്മയെ വണങ്ങുന്നതിലൂടെ അയ്യപ്പൻ്റെ അനുഗ്രഹവും ദേവിയുടെ കൃപയും ഒന്നിച്ച് നേടാമെന്ന വിശ്വാസമാണ് ഉള്ളത്. പിന്നീട് പോകുന്നത് വാവൂരുസ്വാമിയുടെ നടയിലേക്കാണ്. വാവൂരും അയ്യപ്പനും തമ്മിലുള്ള സഹോദര സ്നേഹത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും പ്രതീകമാണ് വാവൂർ ക്ഷേത്രം. ഇതോടെ ശബരിമലയിലെ ക്ഷേത്ര ദർശനം ഏകദേശം പൂർത്തിയാകുന്നു. പിന്നെയുള്ളത് നെയ്യഭിഷേകം, മറ്റ് വഴിപാടുകൾ, ശയനപ്രദക്ഷിണം തുടങ്ങിയ ഭക്തരുടെ വ്യക്തിപരമായ നേർച്ചകളും വഴിപാടുകളുമാണ്. 18-ാം പടി കയറി ചെല്ലുന്ന ഭക്തർ ആദ്യമായി കാണുന്നത് തത്വമസി എന്നെഴുതിയ ഫലകമാണ്. നീ തന്നെയാണ് അത് എന്നാണ് അതിനർത്ഥം. ഇത് ആത്മാവിനും പരമാത്മാവിനും ഇടയിലുള്ള ഏകത്വം സൂചിപ്പിക്കുന്നു. അഹങ്കാരവും അറിവില്ലായ്മയും എല്ലാം ഇല്ലാതായി ഈശ്വരനും ഭക്തനും ഒന്നാകുന്നുവെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഭക്തനും ഈശ്വരനും അയ്യപ്പനാണ്. ഇനി അനുബന്ധമായി കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊള്ളട്ടെ. ആദ്യത്തേത് വെർച്വൽ ക്യൂ ടിക്കറ്റാണ്. ശബരിമല ദർശനത്തിന് മുൻകൂട്ടി വെർച്വൽ ക്യൂ ടിക്കറ്റ് എടുക്കുന്നത് നന്നായിരിക്കും. ഇത് ശബരിമല ടെമ്പിൾ വെബ്സൈറ്റിൻ്റെ പോർട്ടലിൽ ലഭ്യമാണ്. അടുത്തത് സ്ത്രീ പ്രവേശനമാണ്. 2018 സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകൾക്കും പ്രവേശനം അനുവദിച്ചിട്ടുണ്ടെങ്കിലും വിവാദങ്ങൾക്ക് ശേഷം ആചാരപ്രകാരം ഇപ്പോഴും 10-നും 50-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾ ശബരിമലയിൽ പോകാറില്ല. അടുത്തത് ദർശന സമയമാണ്. ശബരിമലയിൽ നിലവിലുള്ള ദർശന സമയം 18 മണിക്കൂറുകളാണ്. രാവിലെ 3 മണിക്ക് നട തുറക്കുകയും രാത്രി 11 മണിക്ക് ഹരിവരാസനം പാടി നട അടയ്ക്കുകയും ചെയ്യുന്നു. സ്വാമിയേ ശരണമയ്യപ്പോ. എല്ലാ അയ്യപ്പ ഭക്തർക്കും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ.